റബ്ബർ വില വർധനവിൽ നേട്ടം കൊയ്യാനാകാതെ കർഷകർ. ടാപ്പിംഗ് നിർത്തിവെച്ച കാലയളവിലുണ്ടായ വില വർധനവ് കർഷകർക്ക് കാര്യമായ ഗുണം ചെയ്യില്ലെന്നാണ് കർഷകർ പറയുന്നത്. 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പോൾ റബ്ബറിന് വിപണിയിൽ ലഭിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില 300ലേക്ക് എത്തി നിൽക്കുകയാണ്. കൊച്ചിയിൽ റബ്ബർ വില RS4-ന് 250 കടന്നു. വിദേശ രാജ്യങ്ങളിൽ റബ്ബർ വില ഉയർന്നതോടെ ആഭ്യന്തര വിപണിയിൽ ടയർ കമ്പനികൾ ആശ്രയിക്കുന്നതാണ് സംസ്ഥാനത്തും റബ്ബർ വില ഉയരാൻ കാരണം. എന്നാൽ വിലവർധനവിന്റെ നേട്ടം വൻകിടക്കാർക്ക് മാത്രമാണ് ലഭ്യമാകുന്നത്. ചെറുകിട കർഷകർക്ക് ഇത് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. കാരണം ഈ റബ്ബറിനെ സംബന്ധിച്ച് ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഈ റബ്ബർ ടാപ്പിംഗ് നിർത്തിവെക്കുന്ന സമയമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് വരുമ്പോൾ ചെറുകിട കർഷകർ നിർദ്ദേശിക്കുന്ന വൻകിട മുതലാളിമാർ ചിലപ്പോൾ അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും. ചെറുകിട കർഷകർ ഈ മാസങ്ങളിൽ ഇത് നിർത്തിവെക്കും. അപ്പോൾ അവർക്ക് ഇതെങ്ങനെ പ്രയോജനം ചെയ്യും? അവർക്ക് യാതൊരു കാരണവശാലും ഈ വിലവർധനവ് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. കാരണം അവരെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ റബ്ബർ വില ഇടിയുന്നത് പതിവാണെന്ന് റബ്ബർ കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ചെറുകിട കർഷകരൊക്കെ വിചാരിക്കും ഈ വില നിലനിന്ന് പോകും എന്നുള്ള ആ ഒരു ധാരണയിൽ അവരും കടമൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും ഈ റബ്ബർ ഷെയ്ഡിങ് നടത്തി പോകുന്നത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന സമയത്ത് ഇതങ്ങോട്ട് തുടർച്ചയായ ഉൽപ്പാദനം വന്നു കഴിയുമ്പോൾ ഈ 4-5 മാസങ്ങളിൽ നമുക്ക് കിട്ടേണ്ട ഈ പറയുന്ന ഒരു വിലയും നമുക്ക് കിട്ടത്തില്ല. ആ സമയങ്ങളിൽ വില കുറഞ്ഞു വരികയാണ് ചെയ്യും. കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ തുടങ്ങിയതും BJP പിന്തുടരുന്നതുമായ സാമ്പത്തിക നയങ്ങളാണ് റബ്ബർ മേഖലയെ ഇരുട്ടിലാക്കിയത്. ഇതോടെ വൻതോതിൽ കർഷകർ മേഖല വിട്ടു പോകുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.